വി പ്രേക്ഷക സംഗമം കോട്ടയത്ത് മാർച്ച് 6 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ. ടി വി പ്രേക്ഷക സംഗമം എറണാകുളത്ത് മാർച്ച് 7 വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം. ടി വി പ്രേക്ഷക സംഗമം തൃശൂരിൽ മാർച്ച് 19 ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ. സ്ഥലം ടൗൺ ഹാൾ, പാലസ് റോഡ്. ടി വി പ്രേക്ഷക സംഗമം കട്ടപ്പനയിൽ മാർച്ച് 20 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ. സ്ഥലം മുനിസിപ്പൽ ടൗൺ ഹാൾ. ടി വി പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ മാർച്ച് 21 വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ. സ്ഥലം ഷാരോൺ ഓഡിറ്റോറിയം, എലൈറ്റ് ഹോട്ടലിനു സമീപം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുൻപിലെത്തുവാൻ കർത്താവ് എന്നെയും സഹായിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും സാംസൺ ആണ്. നമ്മളോട് പ്രാർത്ഥിക്കാനായി പറഞ്ഞിരിക്കുന്നത് ബ്രൻ്റെ വയറിൻ്റെ ഒരു വശത്ത് ഒരു കട്ടി പോലെയുണ്ട്, അത് പരിപൂർണമായും സൗഖ്യമാവണം. വൈഫിൻ്റെ സ്കിന്നിന് പ്രയാസമുണ്ട്, അത് സൗഖ്യമാവണം. മകളുടെ ശാരീരികം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കർത്താവ് വിടുവിക്കണം. അനുഗ്രഹിക്കപ്പെട്ട തലമുറ ഉണ്ടാവണം. സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്നും കടഭാരത്തിൽ നിന്നും കർത്താവ് വിടുവിക്കണം. അനുഗ്രഹിക്കപ്പെട്ടൊരു ഭവനം ലഭിക്കണം. നമുക്ക് ഒരു നിമിഷം അതിനായി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇബ്രാഹിം കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഇബ്രാഹിൻ്റെ ശരീരത്തിലായിരിക്കുന്ന പ്രയാസം നീങ്ങിപ്പോട്ടെ അപ്പാ, കട്ടി മാറിപ്പോട്ടെ അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ അത് വറ്റിപ്പോട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. വൈഫിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ, യേശുവെ അവിടുത്തെ സൗഖ്യം സിസ്റ്ററിന് മേൽ വ്യാപരിക്കട്ടെ. കർത്താവെ പൂർണ്ണ ആരോഗ്യത്തോടെ ആയിരിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. മകളെയും കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവിക സമാധാനം കൊണ്ട് നിറയട്ടെ അപ്പാ. ശാരീരികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പുറത്തു വരട്ടെ. അനുഗ്രഹിക്കപ്പെട്ട തലമുറ ഉണ്ടാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ കടഭാരം നീങ്ങിപ്പോട്ടെ അപ്പാ. ദൈവിക സമൃദ്ധി കുടുംബത്തിലുണ്ടാവട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടൊരു ഭവനം ലഭിക്കട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഈ കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഒരു ഹിപ്പില്ല, ഹിപ്പിന്റെ ഒരു ബോളില്ല, 3.5 വർഷം ഒരു തറയിലിരുന്നില്ല. കാരണം ഹിപ്പിന്റെ ബോൾ പൊടിഞ്ഞു പോയി. ബ്രദർ, ഈ സിസ്റ്ററിന് കിഡ്നി കംപ്ലൈന്റ് ആയിരുന്നു. കിഡ്നി കംപ്ലൈന്റ്. ഡോക്ടർ പരിശോധനയിൽ പറഞ്ഞു പുതിയ കിഡ്നിയാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്നാ പറഞ്ഞിരിക്കുന്നത്. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ക്യാമ്പ് മാർച്ച് 26, 27 തീയതികളിൽ. സ്ഥലം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ. കൂടുതൽ വിവരങ്ങൾക്ക് 0471-257-9998. നാം ദൈവരാജ്യത്തിനകത്താണ് ആയിരിക്കുന്നത്. നാം ദൈവരാജ്യത്തിനകത്ത് ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ നടത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ വിധത്തിലാണ്. ഏറ്റവും സ്പെഷ്യലായതാണ് കർത്താവ് നമുക്കായി കരുതി വച്ചിരിക്കുന്നത്. ഇന്നത്തെ മെസ്സേജ് നിങ്ങളെ കൂടുതൽ ബലപ്പെടുത്തട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ശ്രദ്ധയോടെ കേട്ടാട്ടെ. അടുത്തിരിക്കുന്ന 2 പേരോടെങ്കിലും കൈ കൊടുത്തിട്ട് പറഞ്ഞ് എന്തെങ്കിലും വേണ്ട. എൻ്റെ കർത്താവ്, എന്നെ സന്തോഷം എൻ്റെ അകത്ത് വരുന്നെന്നറിയോ? ഇത് നിങ്ങളുടെ അകത്തൊന്ന് കയറിയിരുന്നുവെങ്കിൽ എന്തെങ്കിലും വേണ്ട പറ. എന്തെങ്കിലും ഞാൻ ഇനി വാങ്ങുന്നില്ല. എന്താ എനിക്ക് വേണ്ടത്? എന്താ വേണ്ടത്? കർത്താവ് എന്തെങ്കിലും കൊടുക്കുകയല്ല ചെയ്തത്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുക. അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചു കേൾക്കണം, അവരെങ്ങനെയായിരുന്നു എന്നറിയാവോ നിങ്ങൾക്ക്? അവർ പട്ടിണിയിൽ എന്ന പോലെയായിരുന്നു. അവർ കഷ്ടപ്പെട്ടു. കഷ്ടതയുടെ നടുവിൽ എന്നെ ചെയ്തു എന്ന് പറഞ്ഞ് നിലവിളിച്ചു. ദൈവജനം പറയുന്നത് അവരുടെ നിലവിളി കേട്ടു 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 എന്ന് ആവർത്തിക്കുക, നിലവിളിക്കുക. അവരെ ദൈവം പുറത്തു കൊണ്ടുവരുക. പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് മരുഭൂമിയിലേക്ക് ദൈവം എത്തിച്ചു. വേദപുസ്തകം പറയുന്നത് മരുഭൂമിയിലെ സഭ പഴയ നിയമത്തിലെ ദൈവരാജ്യ അനുഭവത്തിൽ അവരായിരിക്കുക. എൻ്റെ കൂടെ എത്തിയോ? ഒരു ഹല്ലേലൂയ പറയോ? വേദപുസ്തകം പറയുന്നത് എന്നാ നിങ്ങൾക്കറിയാവോ? അവർക്ക് ദൈവം വെള്ളം കൊടുത്തു. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, അവർക്ക് വെള്ളം കൊടുത്തു. എങ്ങനെയായിരുന്നു എന്നറിയാവോ? പാറയങ്ങ് പിളർന്നിട്ട് അതിൽ നിന്ന് വെള്ളം കൊടുത്തു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അതിൽ കൂടുതൽ ടേസ്റ്റ് ഉള്ള വെള്ളം ലോകത്തില്ല. പാറയിൽ നിന്ന് കിട്ടുന്ന വെള്ളമാണ് ടേസ്റ്റി വാട്ടർ. ആണെന്നോ അല്ലെന്നോ?
നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയോ. ഇനി ഇവര് ഭക്ഷണം എവിടുന്ന ഉണ്ടാക്കിയെന്നറിയോ? വയലിന് മരുഭൂമിക്കകത്ത് വലിയ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ? മേളിൽ നിന്ന് ഭക്ഷണം വരുവോ? മഞ്ഞ് പൊതിഞ്ഞൊരു സാധനം താഴോട്ട് വരും. ആ സാധനത്തെ വേദപുസ്തകം വിളിച്ചത് തേൻ കൂട്ടിയ ആടയോടും, വേറെ ഭാഷ നിങ്ങൾക്കറിയോ, അവർ മല്ലന്മാരുടെ ഭക്ഷണവും അവർ കഴിച്ചു എന്ന് പറഞ്ഞ സാധാരണ ഭക്ഷണം അവർ കഴിച്ചില്ല, ഹൈ പ്രോട്ടീൻ ഫുഡ് കഴിച്ചു. ദൈവരാജ്യത്തിലുള്ള കാര്യമായി പറയുന്നത് എന്തെങ്കിലും തിന്നാൻ കിട്ടിയില്ല. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ എന്തെങ്കിലും തിന്നാൻ കിട്ടിയില്ല, അങ്ങനൊരു പരിപാടിയേ ഇല്ല. പറയണം അടുത്തിരിക്കുന്നവരോട് പറയണം, എന്തെങ്കിലും തിന്നാൻ കിട്ടുന്ന പരിപാടിയില്ല കേട്ടോ. നിങ്ങളുടെ ഉള്ളിൽ ഇത് പൊട്ടണം കേട്ടോ, ഇത് പൊട്ടണം കേട്ടോ. ഇത് കുറച്ചും കൂടെ ഉള്ളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വലിപ്പം പിടികിട്ടും. എന്തെങ്കിലും വേണ്ട, പറ, കരമുയർത്തിന്ന് പറ, എന്തെങ്കിലും വേണ്ട. ഇനി അവർക്ക് ഇറച്ചിയെ കൊടുത്തു ദൈവം. ഇറച്ചിയെ കൊടുക്കുന്നതിന് വരെ ദൈവം സൃഷ്ടിയിൽ പോലും സൃഷ്ടിക്കാത്തൊരു പുതിയ സാധനത്തെ സൃഷ്ടിച്ചു കൊടുത്തു. അതുവരെ കാടപ്പക്ഷി ഇല്ലായിരുന്നു എന്നാ വായിക്കുന്നത്. ലിവ്യാദാന്റെ തലയും കൊണ്ട് തകർത്തിട്ട് കർത്താവ് കാടയെ അങ്ങോട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞ ജിജോയ്ക്ക് വല്ല മനസ്സിലായോ? വെള്ളത്തെ കർത്താവ് ഉണ്ടാക്കി, മന്നയെ ദൈവം ഉണ്ടാക്കി. ഓ ഹല്ലേലൂയ. 2, ഇറച്ചിയെ ദൈവം ഉണ്ടാക്കി എന്ന് പറഞ്ഞ ദൈവരാജ്യത്തിനകത്തുള്ള ഭക്ഷണം സ്പെഷ്യൽ ഫുഡാണ്. സ്പെഷ്യൽ ജനത്തിന് സ്പെഷ്യൽ ഫുഡാണ്. എന്തെങ്കിലും അല്ല, സ്പെഷ്യലാണ്. എന്തെങ്കിലും അല്ല. യേശു അവരെ വിളിച്ചിട്ട് പറഞ്ഞു എന്നാന്നറിയാം, 19-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ കർത്താവ് പറയുക, നിങ്ങൾ സർവ്വദേശങ്ങളിലും വെച്ച് എനിക്ക് ഒരു പ്രത്യേക രാജ്യമായിരിക്കും, പ്രത്യേക ജനമായിരിക്കും. അതേ വാചകം പത്രോസ് പറഞ്ഞു, നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. പ്രത്യേകതയുള്ളവർ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, പ്രത്യേകതയുള്ളവർ. പറ 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 പറ. തെരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവം വിളിച്ചു വേർതിരിച്ചവർ. അതും ഇതും നീ തിന്നാൽ ദൈവത്തിനാ നാണക്കേട്. നീ സ്പെഷ്യലായി ചിലത് അനുഭവിക്കണം. ജീസസ് ജീസസ് ജീസസ്. എന്തെങ്കിലും അല്ല, എന്തെങ്കിലും അല്ല. ഇന്ന് ഞാൻ ഭക്ഷണം മാത്രം തൊട്ടിട്ടങ്ങ് അവസാനിപ്പിക്കാം, അല്ലേ സമയം കൂടും. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്തെങ്കിലും അല്ല, പറഞ്ഞാട്ടെ നിങ്ങള്. എന്തെങ്കിലും അല്ല, എന്തെങ്കിലും തിന്നരുത്. പറ 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 പറ. എന്തെങ്കിലും എന്ത് ചെയ്യരുത്? തിന്നരുത്. ദൈവം തന്റെ ജനത്തിന് വേണ്ടി എന്തെങ്കിലും അല്ല ഒരുക്കിയിട്ടുള്ളത്. സ്പെഷ്യലാണ്, സ്പെഷ്യലാണ്, സ്പെഷ്യലാണ്. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ആമേൻ പറഞ്ഞു. സ്പെഷ്യലാണ്. കൈകൾ അടിച്ചു ഹല്ലേലൂയ പറ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറ. അപ്പൊ ദൈവം തന്റെ ജനത്തിന് ഒരുക്കിയത് എന്തായിരുന്നു? സ്പെഷ്യൽ ആയിരുന്നു. ഉറക്കെ പറ. കണ്ടോ, അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ അവർക്ക് ദൈവം കൊടുത്തത് അവർക്ക് എന്നൊരു ഭക്ഷണം ഒരു ദൈവർക്കുണ്ടായി. ഓ ഭയങ്കരവാ. എന്നോടൊപ്പം ഒന്ന് പറയാവോ? അവർക്ക് എന്നൊരു ഭക്ഷണം ദൈവം ഉണ്ടാക്കി. അതുവരെ ഭൂമിയിൽ ഇല്ലാത്ത സാധനങ്ങളാ, അതുവരെ ഇല്ലാത്ത സാധനങ്ങളാ. അവർക്ക് എന്ന് പറഞ്ഞ് ദൈവം ഉണ്ടാക്കി. 20 ലക്ഷം പേർക്ക് അവർക്ക് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയെങ്കിൽ എനിക്കും നിന്നോടും കർത്താവ് പറയുക, കുഞ്ഞാട്ടിന്റെ രക്തം കൊടുത്ത്, ഒരു മൃഗത്തിന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവർക്ക് അവർക്ക് എന്നൊരു ഭക്ഷണത്തെ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ, തന്റെ പുത്രന്റെ രക്തം കൊടുത്ത്, വിലയേറിയ രക്തം കൊടുത്ത് വാങ്ങിയ എനിക്ക് എന്ന് പറഞ്ഞൊരു ഭക്ഷണം തരാൻ സ്വർഗത്തിന് കഴിയും. നമ്മളെ എങ്ങനെ വിലയ്ക്ക് വാങ്ങിയെന്നാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത്, ഓർമ്മിക്കുന്നു? അവന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. കാരണം എന്താന്ന് നമ്മൾ പഠിച്ചേ? നമ്മൾ വിലപ്പെട്ടവരാന്ന് പഠിച്ചു. ഓർമ്മിക്കുന്നു നിങ്ങൾ? എത്ര പേർ ഓർമ്മിക്കുന്നുണ്ട്? നമ്മൾ ആരാ? നമ്മൾ വിലയേറിയവരാ. വിലയേറിയ എന്നെ വിലപ്പെട്ട രക്തം കൊടുത്ത് വാങ്ങിയിട്ട് എന്തെങ്കിലും തരാന്നല്ല പറഞ്ഞ്, അതിന് പകരം ഞാൻ എൻ്റെ സ്പെഷ്യൽ ഫുഡ് നിനക്ക് തരാം. I'll preserve something for you. സോളി, എനിക്കും നിനക്കും വേണ്ടി സ്വർഗം ചിലത് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണുന്നവൻ അനുഗ്രഹിക്കപ്പെടുന്നേ. It is already preserved. ഇത് ഒരു വെളിപ്പാടാ ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് എ റെവലേഷൻ. എന്നോട് സ്വർഗം പറഞ്ഞു, റെവലേഷനാ ഞാൻ പറയുന്നത്.
നിങ്ങൾക്ക് ഈ വാക്യങ്ങൾ നേരത്തെ എത്ര പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്? കേട്ടതല്ല എൻ്റെ വിഷയം, ഇതൊരു റെവലേഷനാണ്. സ്വർഗ്ഗം എന്നോട് പറഞ്ഞു, ഐ പ്രിസർവ് സംതിങ് ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചേക്കുക. അത് കണ്ണ് കണ്ടിട്ടില്ലടാ, ഒരു മനുഷ്യനും കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എങ്ങനെയാ ഇറച്ചു കൊടുക്കുന്നതെന്ന മോശ ചോദിച്ചത്. മോശയ്ക്ക് ഞെട്ടല ഉണ്ടായേ, ചിന്തിക്കാൻ പറ്റണില്ല, തലയിൽ കൂടെ പോകുന്നില്ല. പക്ഷെ സ്വർഗം അവന് വേണ്ടി ഒരുക്കിയിരുന്നു. ഇറ്റ് ഈസ് പ്രിസർവ്ഡ്. എന്നോട് കൂടെ ഒന്ന് പറയണേ, എനിക്ക് വേണ്ടി ദൈവം ചിലത് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ആ പ്രിസർവ് ചെയ്തിട്ടുള്ള എന്റെ പേരെന്താ? സ്പെഷ്യൽ ഫുഡ്. പറ, ഉറക്കെ പറ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിക്കുമ്പോൾ എന്നാ പറഞ്ഞേ? മേൽത്തരമായ ഗോതമ്പ്. എല്ലാവരും പറഞ്ഞേ. അപ്പം ദൈവം തരാൻ പോകുന്നത് എന്തായിരിക്കും? അതും ഇതും അല്ല, എന്തെങ്കിലും അല്ല. പറ, എന്റെ കൂടെ പറയണം നിങ്ങൾ. എന്തെങ്കിലും അല്ല. എന്തെങ്കിലും മോനെ നമുക്ക് കഴിക്കാനുണ്ടാക്കാം, എന്തെങ്കിലും മോനെ കറി വെക്കാനുണ്ടാക്കാം, എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കാം എന്ന് പറയുന്ന മാതാപിതാക്കളോടാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും അല്ല എൻ്റെ അപ്പൻ തരാൻ പോകുന്നത്. ഇന്നത് 2 മിനിറ്റ് കൂടെ നിന്നേ ഒക്കത്തുള്ളൂ, അല്ലാതെ പോകത്തില്ല. ഞാനൊരിക്കലും ഈ വേദപുസ്തകം വായിക്കുമ്പോൾ ഒറ്റുനോക്കുകാരെ ഇസ്രായേൽ ജനത്തെ പോയി നോക്കിയിട്ട് തിരിച്ചു വരുന്നത് കണ്ടിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ ചേച്ചോ? മോനെ വായിച്ചിട്ടുണ്ടോ? ഒറ്റുകാർ പോയിട്ട് നോക്കുക, എവിടെ? കനാൻ ദേശം ഒറ്റ നോക്കുക. എന്നിട്ട് പോരാൻ നേരത്തെ ഇവന്മാർ എന്നെ ചെയ്തു? 1 കിലോ മുന്തിരിങ്ങ, 1 മാതളപ്പഴം പറിച്ചുകൊണ്ട് വന്നു. ഞാനൊരിക്കൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നി, എന്നതാ ഈ കാണുന്നത്? 4 പേര് ചുമന്നുകൊണ്ട് ഒരു മാതളപ്പഴം കൊണ്ടുവരുന്നു, 2 പേര് ചുമന്നുകൊണ്ട് ഒരു മുന്തിരിക്കൊല കൊണ്ടുവരുന്നു. ഇതൊക്കെയാണ് ബൈബിളിൽ എഴുതി വെക്കുന്നത്? വല്ല ആവശ്യമുണ്ടോ? മുന്തിരിക്കൊല ചുമന്നുകൊണ്ട് വന്നതാണോ വേദോത്സവത്തിൽ എഴുതേണ്ടത്? അബദ്ധം പറ്റിയത് വല്ലതും ആയിരിക്കുമോ? ഒന്നും മിണ്ടാത്ത എന്താ? ലോകത്തിലെ ഇസ്രായേൽ ജനം അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല. അവര് പറഞ്ഞു, നിങ്ങൾ മുന്തിരി കണ്ടിട്ടുണ്ട്, പക്ഷെ 4 പേര് ചുമക്കുന്ന മുന്തിരിക്കൊല കണ്ടിട്ടില്ല. 2 പേര് ചുമന്നുകൊണ്ട് പോകുന്ന മാതളപ്പഴം കണ്ടിട്ടില്ല. എന്റെ ദൈവം നിനക്ക് തരുവാണെങ്കിൽ, ഇനി ഞാൻ പറയുന്ന വാചകം കേട്ടോണം, ചുമന്നുകൊണ്ട് പോകുന്ന സ്പെഷ്യലായ നമ്മുടെ ഭാവനയ്ക്ക് കണ്ടോ, ഇസ്രായേൽ ജനത്തിന്റെ ഭാവനയ്ക്ക് അപ്പുറമായിരുന്നു 2 പേര് ചുമന്നുകൊണ്ട് പോകുന്ന മുന്തിരിക്കൊല, 2 പേര് എടുത്തുകൊണ്ട് പോകുന്ന മാതളപ്പഴം. അവരുടെ ഭാവനയ്ക്ക് അപ്പുറമായിരുന്നു. അതുകൊണ്ട് അവരെടുത്തോണ്ട് വീട്ടിലോട്ട് പോയേ. അത് മറ്റൊരാളോട് ചെന്ന് പറഞ്ഞു കൊടുത്താൽ ഇത്രയും വലുതാന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യില്ല, പിടികിട്ടത്തില്ല. അതുകൊണ്ട് അവർ ചുമന്നുകൊണ്ട് പോയി. ഇത് കാണുമെങ്കിലും ചെയ്യാൻ. നിന്റെ അനുഗ്രഹം നാട്ടുകാർ വന്ന് കാണുന്ന വിധത്തിൽ യു ആർ സ്പെഷ്യൽ സഹോദരങ്ങളെ. മേൽത്തരമായത് പറ, മേൽത്തരമായത് ഉറക്കെ പറ, മേൽത്തരമായത്. ശബ്ദമുയർത്തി, മേൽത്തരമായത്. ശബ്ദമുയർത്തി പറ, മേൽത്തരമായത്. 5-6 വർഷങ്ങളിൽ പറ, മേൽത്തരമായത്. ആവർത്തന പുസ്തകം 32:14 കർത്താവ് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുക, വെണ്ണയും മേൽത്തര അല്ലെങ്കിൽ കോലാട് കൊറ്റന്റെ മേധസ്സും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അതിൻ്റെ കൂടെ എഴുതിയിരിക്കുക ഗോതമ്പിന്റെ കാമ്പും. അതിൻ്റെ അടുത്ത വാചകം എഴുതിയ രാശരസമായ വീഞ്ഞും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മനസ്സിലായോ? എല്ലാ നന്മയുടെയും അതിൻ്റെ ഏറ്റവും ടോപ്പ് സാധനം. നമ്മൾ ഏതെങ്കിലും നല്ല ബീഫ് അല്ലെങ്കിൽ ബീഫ് ഫ്രൈ ഒക്കെ വിൽക്കുന്ന കടകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല. മറ്റു രാജ്യങ്ങളിലൊക്കെ പോയാൽ ആ മാറിൻ്റെ വശത്തുള്ള ബീഫ് മാത്രം മേടിക്കാൻ കിട്ടും. അതിന് സ്പെഷ്യൽ റേറ്റ്. അങ്ങനെ മാത്രം വിൽക്കുന്ന കടകളെയും കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതിന് സ്പെഷ്യൽ റേറ്റും ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്നാ? ഏറ്റവും രുചിയുള്ള ഭാഗം ആ മാറിൻ്റെ ഭാഗത്തുള്ള മാംസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? സ്വർഗം ദൈവത്തിന് തൻ്റെ ജനത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും കോംപ്രമൈസ് ചെയ്ത് പറഞ്ഞില്ല. എന്തെങ്കിലും തരാമെന്നും എന്തെങ്കിലും കുടിക്കാമെന്നും പറഞ്ഞില്ല. ഏറ്റവും ടോപ്പ്, ഏറ്റവും മേൽത്തരമായത്. പറയണം നിങ്ങൾ എന്നോടൊപ്പം. എന്താണ്? ഒരു വടിയും കൂടെ ഉള്ളിലേക്ക് ഇറങ്ങട്ടെ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, മേൽത്തരമായത്. ആരെങ്കിലും ഒരാളെങ്കിലും എൻ്റെ ചർച്ചിലെ, ഈ തിരുവനന്തപുരം ചർച്ചിൽ എല്ലാവരും കോടീശ്വരന്മാരും ബെൻസ് കാറി വരുന്നവരാരും അല്ല. ഇതിനകത്ത് ഇരിക്കുന്നത് പട്ടിണി പാവങ്ങളുണ്ട്. മോനെ ഇന്ന് കഞ്ഞിയേ ഉള്ളൂ എന്ന് പറയുന്ന വീട് ഈ വീടിനകത്തുണ്ട്, ഈ ചർച്ചിനകത്തുണ്ട്. അവരോടാ ഞാൻ ഈ പറയുന്ന മേൽത്തരമായതെന്ന്.
നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? അപ്പോൾ ഒരാളെങ്കിലും ചിന്തിക്കുന്നുണ്ടാകാം, ഇവിടെ നാളത്തെ കാര്യം കഴിയാൻ വയ്യ, അതിൻ്റെ ഇടയിൽ ഈ മേൽത്തരമായത്. അതിൻ്റെ ഉത്തരം ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു തരാവേ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാവോ? ഇനി ഇസ്രായേൽ അല്ലെങ്കിൽ യേശു കർത്താവ് മത്തായി സുവിശേഷം 22:1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറയുക, ശ്രദ്ധിച്ച് കേൾക്കണേ, ഞാൻ ദൈവരാജ്യം എന്ന് പറയുന്നത് രാജാവ് തൻ്റെ മകനു വേണ്ടി ഒരുക്കിയ വിരുന്ന് സദ്യ പോലെ, വിരുന്ന് പോലെ. അപ്പൊ ദൈവരാജ്യം ഏതുപോലെയാ? വിരുന്ന് പോലെയാ. എൻ്റെ കൂടെ ഉണ്ടോ? സത്യത്തിൽ ദൈവരാജ്യത്തിനകത്തേക്ക് വരുന്ന ഞാനും നിങ്ങളും എന്തെങ്കിലും കഴിക്കുകയും കുടിക്കുകയല്ല, എല്ലാ ദിവസവും വിരുന്നനുഭവിക്കാനാണ് ദൈവം വിളിച്ചത്. എങ്ങനെ പറയാം? വിരുന്ന് എന്താന്ന് നിങ്ങൾക്ക് പിടികിട്ടിയിട്ടില്ല. പറയാം എന്താന്ന്. ശ്രദ്ധിച്ചേ, നമ്മളൊരു കടയിൽ ചെന്നിട്ട് ആഹാരം ഓർഡർ ചെയ്യുക. 2 ചപ്പാത്തി, 2 പൊറോട്ട, ഒരു ബീഫ് ഫ്രൈ, ഒരു മീൻകറി, ഇത്രയൊക്കെ ഓർഡർ ചെയ്താൽ നമ്മൾ പറയാം അലാക്കാട്ട എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത് ഓർഡർ കൊടുത്ത ഫുഡ് മാത്രം കിട്ടുന്നതിനെയാ നമ്മൾ അലാക്കാട്ട് എന്ന് പറയുന്നല്ലേ. കുറച്ചും കൂടെ ഉയർന്നാൽ നമ്മൾ എന്ത് പറയും? അതിനെ ബൊഫേ എന്ന് പറയും. എന്താ ഈ ബൊഫയുടെ പ്രത്യേകത പറയാവോ? ബിരിയാണി കാണും, പിന്നെ എന്ത് കാണും പറ? വറുത്ത മീൻ കാണാം, ചിക്കൻ വെച്ചത് കാണാം, ചിക്കൻ കറി കാണാം, 2-3 സീറ്റ്സ് കാണാം. അത് ഒരെണ്ണമല്ല, ആവശ്യത്തിനെടുക്കാം. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ബൊഫയാണ് നല്ലത്. കാരണം കുറച്ചൊക്കെ കഴിക്കാൻ പറ്റും. അതിനെ ബൊഫേ എന്ന് വിളിക്കുന്നത്. 5-6 ഐറ്റം. എന്നാൽ സദ്യ അല്ലെങ്കിൽ വിരുന്നെന്ന് പറഞ്ഞാൽ അറിയാമോ നിങ്ങൾക്ക് എന്താണെന്ന്? ഞാൻ ഒരിക്കലേ ഒരു വിരുന്ന് കൂടിയിട്ടുള്ളൂ. ഒരു ദൈവദാസൻ്റെ മകൻ്റെ കല്യാണത്തിന് ഞാൻ പോയിരുന്നു. അതിനായിരുന്നു വിരുന്ന്. എൻ്റെ മക്കൾ പറഞ്ഞു ഐസ്ക്രീം കഴിക്കാൻ. ഞാൻ എൻ്റെ മക്കളെ എങ്ങോട്ട് വിട്ടു. അവിടുന്ന് 4 ടൈപ്പ് ഐസ്ക്രീം കഴിച്ചിട്ട് ഈ കുഞ്ഞുങ്ങളുടെ സ്വഭാവം അറിയത്തില്ലേ, അപ്പുറത്തെ സൈഡിൽ എന്തോ ഉള്ളത് നോക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ വേറെ 4 ടൈപ്പ് ഐസ്ക്രീം ഉണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല സാധനം. അവൻ എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി. അപ്പോഴേക്കും ജോയിൻ ഓടി വന്നിട്ട് പറഞ്ഞു, അപ്പ ഇതൊന്നും അല്ല നല്ലത്, അപ്പുറത്ത് വേറെ സാധനം ഇരിപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റുമോ? 4 സ്ഥലത്തേക്ക് ഐസ്ക്രീം തിന്നാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, നീ അത് എടുത്തോണ്ട് പോകാൻ, ഞാൻ ഇവിടെ നിന്ന് അടിക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അതിൻ്റെ പേരാ വിരുന്ന്. എത്ര വേണേ കഴിക്കാം. കഴിക്കുന്നതിന് അളവില്ല. അതുപോലെ വെറൈറ്റികൾക്ക് അളവില്ല. അതിനെ വേദപുസ്തകം വിളിക്കുന്നത് രാജഭോജനം എന്ന. ഇവിടെ വൈകുന്നേരത്തെ കഞ്ഞിയും പുഴുക്കും നടക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ എങ്ങനെ പറയുന്ന രാജഭോജനം. ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, രാവിലെ ഫ്ലൈറ്റിൽ വരുന്നു, വൈകുന്നേരം ഫ്ലൈറ്റിൽ പോകുന്നു, അങ്ങേർക്ക് എന്തോ കുഴപ്പം പ്രസംഗിച്ച. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയോ? ഒരു ഹല്ലേലൂയ പറയാവോ? അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് രാജഭോജനം. നിങ്ങൾ മിനിമം നിങ്ങളുടെ തലയിലേക്ക് വരേണ്ടത്, നിങ്ങൾ ആരാന്നെങ്കിലും തലയിൽ ബോധം വരണം. നമ്മൾ ആരാന്നറിയോ? രാജാതി രാജാവായ കർത്താവിൻ്റെ രാജാക്കന്മാരാ നമ്മൾ ഓരോരുത്തരും. നിങ്ങളുടെ ചിന്ത മാറട്ടെ കേട്ടോ. നമ്മൾ ആരാന്ന് പറഞ്ഞേ? രാജാതി രാജാവിൻ്റെ മക്കളാകുന്ന രാജാക്കന്മാരാ നമ്മൾ. നമ്മുടെ ഏത് ഭക്ഷണമെന്ന് ദൈവം പറഞ്ഞ്, എൻ്റെ ദൈവം പറഞ്ഞത് നീ ഏത് കഴിക്കുമെന്ന്, വിരുന്ന് കഴിക്കുമെന്നാണ്. ഒരു ഹല്ലേലൂയ പറയാവോ? ശബ്ദകരത്തിന് ഹല്ലേലൂയ പറയാവോ? എൻ്റെ അപ്പൻ എന്നോട് എൻ്റെ വിവാഹത്തിന്, ഞാൻ അന്ന് ഭയങ്കര തീവ്രവാദിയാണ്. പല കാര്യത്തിലും തീവ്രവാദമുണ്ട്. കല്യാണം നടത്തുമ്പോൾ എൻ്റെ ഉള്ളിലെ തീവ്രവാദം എന്നാണെന്നറിയോ? ഒരു അനാവശ്യമായി പൈസ ചിലവാക്കത്തില്ല. തീരുമാനം അതായിരുന്നു. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു, നാരങ്ങ വെള്ളവും കേക്കും. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ പപ്പ ജീവിച്ചിരിപ്പില്ല. പപ്പ എന്നോട് പറഞ്ഞു, നിന്റെ കല്യാണത്തിന് ഞാൻ വരത്തില്ല. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? നാരങ്ങ വെള്ളവും കേക്കും മേടിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, തൃശ്ശൂർക്കാരാണ് ഞങ്ങൾ, അവിടുന്ന് ഒരാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ ഒക്കത്തില്ല. നീ നടത്തുവാണെങ്കിൽ കല്യാണം നേരാൻ വേണം നടത്തണം, അല്ലെങ്കിൽ നീ നിന്റെ പള്ളിയായിട്ട് പോയിക്കോ. ഇതായിരുന്നു പപ്പയുടെ സ്റ്റാൻഡ്. ഞാൻ പറഞ്ഞു, പപ്പ തലകുത്തി നിന്നാലും ആര് തലകുത്തി എന്നാലും ഞാൻ നാരങ്ങ വെള്ളം കേക്ക് കൊടുക്കത്തുള്ളൂ, വേണ്ടവൻ കല്യാണത്തിന് വന്നാൽ മതി. ഞാനങ്ങ് സ്റ്റബേണായി. പക്ഷെ എൻ്റെ പപ്പ സ്റ്റബേണായതോടുകൂടെ ഞാൻ പോയിരുന്നു പ്രാർത്ഥിച്ചു. ഇതുവരെ എൻ്റെ മമ്മിക്ക് അറിയാത്ത രഹസ്യമാണ് കേട്ടോ. ഞാൻ പോയിരുന്നു പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, എടാ നിനക്കൊരു മാന്യത തരുവാൻ, നിന്റെ വീട്ടുകാർക്കൊരു മാന്യത വരുവാൻ, നിന്റെ കുടുംബക്കാരുടെ നടുവിൽ നിനക്കൊരു മാന്യത ഉണ്ടാവുവാൻ ഈ വിവാഹത്തെ ഞാൻ ഒരുക്കി. അതുകൊണ്ട് അവർക്കൊരു ഭക്ഷണം കൊടുക്കുന്നില്ല. എന്താ നിന്റെ പ്രശ്നം? അപ്പോഴെനിക്ക് തോന്നി, എന്താ എൻ്റെ പ്രശ്നമെന്ന്. ഒരു ഹല്ലേലൂയ പറയാമോ? ദൈവാധീനം. അന്ന് ദൈവം എന്നോട് ഇടപെട്ടത് നന്നായി. അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കേൾക്കുക, എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവളുടെ വീട്ടുകാരും ഉടക്കിയാനെ എൻ്റെ വീട്ടുകാരും ഉടക്കില്ലാതെ പിരിയാൻ എൻ്റെ അപ്പൻ കാരണമായി. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഒപ്പ് എത്തിയോ? ഒരു കൂടെ ഉണ്ടോ? നിങ്ങൾ ഒരു ഹല്ലേലൂയ പറയോ? ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും തിന്നുവാനല്ല. ഇസ്രായേൽ ജനത്തിനെ നടത്തിയ വിധം നമുക്ക് ബൈബിളിൽ വായിക്കുവാനായി കഴിയും. ഏറ്റവും ശ്രേഷ്ഠമായത് കർത്താവ് ഇസ്രായേൽ ജനത്തിന് കൊടുക്കുവാനിടയായി തീർന്നു.
പാറയിൽ നിന്ന് ജലം കൊടുത്തു, കാടയെ കൊടുത്തു. ഏറ്റവും മേൽത്തരമായ വിധത്തിൽ കർത്താവ് അവരെ നടത്തുവാനിടയായിത്തീർന്നു. അതുപോലെ തന്നെയാണ് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. അവൻ നമുക്കായി കരുതി വച്ചിരിക്കുന്നു. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് മിനികുമാരി എന്നാണ്. മിനികുമാരി സിസ്റ്റർ വരുന്നത് നെയ്യാറ്റിൻകര എന്ന സ്ഥലത്ത് നിന്നാണ്. ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടെ ലഭിച്ച കുറെ അത്ഭുത സാക്ഷ്യങ്ങളാണ് നമ്മളോട് ഷെയർ ചെയ്യാനുള്ളത്. ഈ ആൻറ്റിക്ക് അൾസർ ഉണ്ടായിരുന്നു, പൈൽസ്, കൂടാതെ കഴുത്തിന്റെ ഭാഗത്ത് തടുപ്പ്, യൂട്രസ് പ്രോബ്ലം ഉണ്ടായിരുന്നു. എല്ലാ 5 മാസമായിട്ട് രാവിലത്തെ എല്ലാ പ്രോഗ്രാമും കാണുമായിരുന്നു. അങ്ങനെ അതിൽ നിന്നെല്ലാം കർത്താവ് വിടുവിച്ചു. അതുകൂടാതെ ആൻറ്റിയുടെ മോൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അതിൽ നിന്നും കർത്താവ് സൗഖ്യം നൽകി. പിന്നെ മകൾക്ക് സ്പൈനൽ കോളിനും ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു, അതിനും കർത്താവ് പരിപൂർണമായ സൗഖ്യം നൽകി. സിസ്റ്റർ എന്ന് പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടായിരുന്നേ? ചേച്ചിക്ക് അൾസർ ഉണ്ടായിരുന്നു. അൾസർ ഉണ്ടായിരുന്നു, നാക്കിന്റെ അടിയിൽ തടിപ്പും പൊള്ളലൊക്കെ ഉണ്ടായിരുന്നു. അൾസർ ഉണ്ടായിരുന്നു, നാവിന്റെ അടിയിൽ പൊള്ളലും തടിപ്പും ഉണ്ടായിരുന്നു. അത് മാറിപ്പോയോ? മാറിപ്പോയി. പിന്നെ അതിനുശേഷം യൂട്രസിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. യൂട്രസ് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അത് 3ാമത് മരുന്ന് കുടിക്കാൻ പോയപ്പം അവർ പറഞ്ഞ് കുടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതും ടി വി പ്രോഗ്രാം കണ്ടപ്പോഴുണ്ടായ കാര്യമാണ്. 2 കാര്യം, അൾസർ മാറി, വായിലെ തടിപ്പ് മാറി, യൂട്രസിന്റെ പ്രശ്നം മാറി. ഈ ഇവിടെ ഒരു ചെറിയ തടുപ്പുണ്ടായിരുന്നു, കഴുത്തിന്റെ ഇവിടെ ഒരു തടിപ്പുണ്ടായിരുന്നു, അതങ്ങ് മാറി. അതും മാറിപ്പോയി. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ എന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. പിന്നെ മോൾക്ക് എന്താ ഉണ്ടായി? യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, ചൊറിച്ചിൽ വന്ന് പൊട്ടി അത് ബ്ലഡ് ഒക്കെ വരുമായിരുന്നു. ഇൻഫെക്ഷൻ കാരണം പ്രാർത്ഥന കേട്ട് അത് സൗഖ്യമായി. ആ ഇൻഫെക്ഷൻ മാറിപ്പോയി. നട്ടലിന്റെ ഇവിടെയും നമുക്ക് വേദന ഉണ്ടായിരുന്നു. നട്ടലിന് അവിടെയും വേദനയായിട്ട് പൂർണ്ണമായിട്ട് മാറി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഈ ചേച്ചിയെ ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവെ, ദൈവിക നന്മകൾ കൊണ്ട് ഈ കുടുംബത്തെ നിറച്ചാട്ടെ, ഈ വീടിൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തിയാട്ടെ. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും കേട്ടോ. നിങ്ങളുടെ വീട്ടിനകത്ത് സാമ്പത്തിക സ്ഥിതിക്ക് കൂടെ ഒരു മാറ്റം വരും ഈ ദിവസങ്ങളിൽ, വിശ്വസിച്ചാട്ടെ. ബ്രദറെ, സിസ്റ്ററിന്റെ പേര് ഷീജ എന്നാണ്, ഗൗരീശപട്ടത്തു നിന്നാണ് വരുന്നത്. ഗൗരീശപട്ടം. ഒരു അത്ഭുത സാക്ഷ്യം പറയാനാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായിട്ട് നടുവേദനയായിരുന്നു. 8 വർഷമായിട്ട് നടുവേദനയായിരുന്നു. ഡിസ്ലൊക്കേഷൻ ആണ്, നടു ഡിസ്ലൊക്കേറ്റഡ് ആയിരിക്കുവോ? അതിന്റെ ഫലമായിട്ട് ഭയങ്കര പെയിൻ ആയിരുന്നു. എന്നാൽ ഈ മാസം ആദ്യമായിട്ട് ഈ ചർച്ചിൽ വന്നു ബ്രദർ പ്രാർത്ഥിച്ചു. ഇപ്പൊ പൂർണ്ണ സൗഖ്യമായി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ചേച്ചി എന്നു പറഞ്ഞേ, എന്തുവായിരുന്നു ചേച്ചിയുടെ പ്രശ്നം? 8 വർഷമായിട്ട് എനിക്ക് നടുവേദനയായിരുന്നു. പ്രധാനമായിട്ടും അലർജിയുണ്ട്. പ്രധാന മെഡിസിൻസ് എല്ലാം അലർജിയാണ്. അന്നേരം മെഡിസിനൊക്കെ അലർജിയാണ്. 23 മെഡിസിൻ അലർജിയാണ്. 23 മെഡിസിൻ അലർജിയോ? അതുകൊണ്ട് നടുവേദനയ്ക്കിട്ട് മരുന്ന് കഴിക്കാനും പറ്റത്തില്ല. മരുന്ന് കഴിക്കണമെങ്കിൽ വളരെ കെയറായിട്ട് വേണം കഴിക്കാനായിട്ട്. ഒരിക്കൽ മരണത്തിന്റെ ഒരു അവസ്ഥയിൽ രക്ഷപ്പെട്ടതോ? ചേച്ചിക്ക് നടുവിന്റെ പ്രശ്നം എന്തോ? ഡിസ്ലൊക്കേഷൻ ആണോ? നടുവിന്റെ പൊസിഷൻ മാറിയിരിക്കുവോ? ചേച്ചി ഇവിടെ വന്നതിന് ശേഷം പൂർണ്ണമായിട്ട് സൗഖ്യമായി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഡിസ്ലൊക്കേഷൻ ആയിരുന്നു, എന്നാൽ കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യം കൊടുത്തു. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. കർത്താവിന്റെ മകൾക്ക് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. താങ്ക് യു. ഈ ബ്രദറിന്റെ പേര് വിജയൻ എന്നാണ്. വിജയൻ. കുന്നുംപുറത്ത് നിന്നാണ് ഈ ബ്രദർ വരുന്നത്. കുന്നുംപുറം. കഴിഞ്ഞ 20 കൊല്ലങ്ങൾക്ക് മുമ്പായിട്ട് ഈ ബ്രദറിന്റെ മൂക്കിൽ ഒരു ദശ വളർന്ന് വലത് മൂക്ക് അടഞ്ഞു പോയിരുന്നു. 20 കൊല്ലം മുമ്പായിട്ട് തുടങ്ങിയതാണ്. അതുകൊണ്ട് വർഷങ്ങളായിട്ട് മണം അറിയാൻ പറ്റത്തില്ലായിരുന്നു. മണം അറിയത്തില്ലായിരുന്നു. 9 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ എത്തിയതാണ് ആ ദശ ഓപ്പറേറ്റ് ചെയ്ത് കളയാനായിട്ട്. പക്ഷേ അന്ന് സാധിച്ചില്ല. അവർ ഇൻഹേലർ കൊടുത്തിട്ട് വിട്ടു. പക്ഷേ ദശ മാറിയില്ലെന്ന് മാത്രമല്ല, മണവും അറിയാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ ചർച്ചിലേക്ക് കടന്നു വന്നത്. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇരിക്കുമ്പോൾ ബ്രദർ അങ്ങോട്ട് പറഞ്ഞു, വർഷങ്ങളായിട്ട് മൂക്കിൽ മണമറിയാത്ത ഒരു സഹോദരനെ കർത്താവ് സൗഖ്യമാക്കുകയാണെന്ന് ബ്രദർ അങ്ങോട്ട് പറയുണ്ടായി. എനിക്ക് ഓർമ്മയുണ്ടോ കാര്യം? അപ്പോൾ തന്നെ ഈ ബ്രദറിന് ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇത്രയും പേരുടെ ഇടയിലൂടെ കർത്താവ് എന്നെ കണ്ടല്ലോ എന്ന് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. അത് വിശ്വാസത്തോടെ ഏറ്റെടുത്തു. അപ്പോൾ ഈ ബ്രദർ നമ്മളോട് പറയുന്ന സാക്ഷ്യം, അന്നേരം തന്നെ മൂക്ക് തുറന്നു. 20 കൊല്ലമായിട്ട് അറിയാൻ പറ്റാതിരുന്ന ആ മണം അന്നേരം മുതൽ അറിയാൻ തുടങ്ങിയെന്നാണ് സാക്ഷി പറയുന്നത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. മൂക്കിന്റെ അടഞ്ഞു പോയത് മാറി. അതെ, എല്ലാം മാറി. വലേ സൈഡായിരുന്നു. വലേ സൈഡ് മൂക്ക് അടഞ്ഞിരിക്കുവായിരുന്നു, മാറി. ഇപ്പൊ മണമെല്ലാം അറിയാം. വണ്ടർഫുൾ ജീസസ്. 20 കൊല്ലമായത് 1 മിനിറ്റ് കൊണ്ട് മാറിപ്പോയി. കുറച്ചും കൂടെ ചുണയായിട്ട് കൈയടിക്കാം. ആമേൻ. കർത്താവ് കുടുംബത്തിന് കൊടുത്ത അത്ഭുത സൗഖ്യത്തിനായി നന്ദി. താങ്ക് യു വെരി മച്ച്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഏറ്റവും ശ്രേഷ്ഠമായത് കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ അപ്പാ. അവിടുത്തെ കൃപ അതിന്മേൽ ചലിക്കണമേ അപ്പാ.
താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, കരുതുന്ന, സ്നേഹിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. കർത്താവെ, എന്നെ കാണുന്ന രോഗികളായിരിക്കുന്നവർ, കർത്താവെ സാമ്പത്തികമായ പ്രയാസത്തിലായിരിക്കുന്നവർ, ശാരീരികമായി അനാരോഗ്യത്തിലായിരിക്കുന്നവർ, കർത്താവെ ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഈശോയുടെ നാമത്തിൽ. താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ പ്രവൃത്തി കുടുംബങ്ങളിൽ ഉണ്ടാവട്ടെ അപ്പാ. യേശുവേ, അവിടുത്തെ കൃപ ഈ കുടുംബത്തിൽ ഉണ്ടാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, നെറ്റിയിൽ സ്കിൻ ഡിസീസ് ആയിട്ട് ചരങ്ങ് പോലെ ആയിരിക്കുന്ന ആ സിസ്റ്ററിനെ കർത്താവെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ സിസ്റ്റർ പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരട്ടെ. അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ അപ്പാ. പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, കൈ ഒടിഞ്ഞതിനെ തുടർന്നിട്ട് കൈക്ക് സ്വാധീനക്കുറവുള്ള ഒരു വ്യക്തിനെ കർത്താവെ ആ വ്യക്തിയുടെ മേൽ അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവെ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, സ്കൂളിൽ ഒന്നാമതായിരിക്കുവാൻ കർത്താവെ അവിടുത്തെ പ്രവൃത്തി കുഞ്ഞുങ്ങളുടെ മേലുണ്ടാവട്ടെ അപ്പാ. ദൈവസ്നേഹത്തിലായിരിക്കുവാൻ തക്കോണം കർത്താവെ, ലോകപ്രകാരമുള്ള എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്ന് കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കാൻ തക്കോണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ പ്രവൃത്തി അതിന്മേലുണ്ടായിരിക്കാൻ നന്ദി പറയുന്നപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണുന്നവരെയും കർത്താവ് നമ്മൾ ഓരോരുത്തരെയും അവൻ്റെ കൃപയിൽ സൂക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മിറക്കിൾ സൺഡേ മാർച്ച് 3 തിരുവനന്തപുരത്ത്. സമയം രാവിലെ 11 മണി മുതൽ. സ്ഥലം ട്രാവൻകൂർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കോമ്പൗണ്ട്, കാര്യവട്ടം. കൂടുതൽ വിവരങ്ങൾക്ക് 0471 257 998.